ഹായ് ഹലോ. അപ്പം നമ്മളെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വെക്കേഷനൊക്കെ അടിപൊളിയാക്കുക. അപ്പം അതിന് മുന്നേ നമുക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മലയാളം എക്സാമിൽ പാദവാർഷിക മൂല്യനിർണ്ണയം കഴിഞ്ഞ് അല്ലേ, ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയിട്ടുണ്ടാകും? ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ ഇനി A+ കിട്ടാൻ അടുത്ത എക്സാമിന് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അഭിജ്ഞാന ശാന്തകുളം കാളിദാസൻ, പാവങ്ങൾ ലളിതാംബിക അന്തർജനം, വിശ്വരൂപം OV വിജയൻ, കടൽ തീരത്ത് നാലപ്പാട്ട് നാരായണ മേനോൻ. ഏതാണ് ഇതിൻ്റെ ആൻസർ? അഭിജ്ഞാന ശാകുന്തളം അഭിജ്ഞാന ശാകുന്തളമാണ് കേട്ടോ. അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, കണ്ടുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യം കഥയിൽ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? കണ്ടുണ്ണിയുടെ വാക്കുകളിലൂടെ, പൊതിച്ചോറിലൂടെ, ബലിക്കാക്കകളിലൂടെ, കരിമ്പനക്കളിലിരമ്പുന്ന കാറ്റിലൂടെ. ഏതാണ് ആൻസർ? പൊതിച്ചോറിലൂടെ എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. പൂരിതാപയോടു ഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപനം അല്ലേ, പനിനീർ സുമോപനം. ഈ സന്ദർഭത്തിൻ്റെ ഉഷസ് എന്ന പദത്തിന് പകരം ഉപയോഗിക്കാൻ കഴിയാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്: പുലരി, പ്രഭാതം, നിശ, വിഭാതം. നിശ എന്നുള്ളതാണ് ആൻസർ. പുഴമണലിൽ നിന്ന് വെള്ളായി അപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. പുഴമണൽ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? പുഴയും മണലും, പുഴയിലെ മണൽ, പുഴയാകുന്ന മണൽ, പുഴയോളം മണൽ. ഏതാണ് ആൻസർ? പുഴയിലെ മണൽ എന്നുള്ളതാണ് ആൻസർ. ചേർത്തെഴുതിയവയിൽ വ്യത്യസ്തമായ പദക്കൂട്ടം ഏത്? കോളാമ്പി ചെടി, കോളാമ്പിച്ചെടി, തുളസി തറ, തുളസിത്തറ, പടി ഇറങ്ങുക, പടിയിറങ്ങുക, കീറിപ്പറിഞ്ഞ, കീറിപ്പറിഞ്ഞ. ഇതിലേതാണ് വ്യത്യസ്തമായിട്ടുള്ളത്? പടി ഇറങ്ങുക എന്നുള്ളതാണ്. പടി ഇറങ്ങുക അല്ലേ, അതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. പദക്കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2 മാർക്ക് വീതമാണ്. അപ്പോൾ 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ 2 മാർക്ക് അല്ല 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ആ വീടുകൾക്കുമപ്പുറത്ത് പാഴുതറയിലെ അബദിൻ ചില്വാനം കൂടികളിലെത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. കടൽ തീരത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തതാണ് സന്ദർഭത്തിൽ തെളിയുന്ന ഗ്രാമീണ ജീവിതത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ എഴുതിയ ആൻസർ ഒരാളുടെ ദുഃഖവും ഗ്രാമീണർ ഒന്നിച്ചു പങ്കിടുന്ന മനോഭാവവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എഴുതേണ്ടത്. അതായത് ഗ്രാമജീവിതത്തിൻ്റെ ആ വിശുദ്ധിയും ഗ്രാമജീവിതത്തിലെ ബന്ധങ്ങളുടെ അടുപ്പവും എല്ലാം വിശദീകരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഗ്രാമജീവിതത്തിൻ്റെ വിശുദ്ധിയും ഗ്രാമജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ ഈ അടുപ്പവും അല്ലേ. അപ്പം ആ ഒരു 2 സെൻറ്റൻസിൽ അത് എഴുതിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഇവൻ്റെ ആകൃതിക്കു ചേർന്ന പ്രകൃതി കൊണ്ടു തന്നെ അറിയാം. പ്രകൃതിക്കുമേലുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം സർവനാശത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അടിവരയിട്ട പദത്തിന് 2 വാക്യത്തിലും ഒരേ അർത്ഥമാണോ? കണ്ടെത്തി എഴുതുക. അതായത് അത് ഇവൻ്റെ ആകൃതിക്കു ചേർന്ന പ്രകൃതി കൊണ്ടു തന്നെ അറിയാം. പ്രകൃതി എന്നുള്ളതാണ് അവിടെ അടിവര ഇട്ടിട്ടുള്ളത്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന സെയിം വാക്ക് 2 വ്യത്യാസ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ വാക്യത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞത് സ്വഭാവവും പെരുമാറ്റവുമാണ് അല്ലേ, ഒരാളുടെ സ്വഭാവവും പെരുമാറ്റവും. രണ്ടാമത്തെ വാക്യത്തിൽ പ്രകൃതി എന്ന് പറയുന്നത് പരിസ്ഥിതി, ചുറ്റുപാട്, അതൊക്കെ വരുന്ന ആശയം. രണ്ടും വ്യത്യസ്തമായ ആശയമാണ്, ഒരേ വാക്കാണ് അല്ലേ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഉത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ ആ 2 മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി. പാവങ്ങൾ എന്ന് പറയുന്ന പാഠത്ത് ഒരു പാവയുടെ മാതിരി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചന എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? എന്തൊക്കെയാണ്? രൂപമായ അവ്യക്തത അല്ലേ, രൂപപരമായിട്ടുള്ള അവ്യക്തത. അഭയം നൽകിയ ഭവനത്തിൽ നിന്നു തന്നെയുള്ള മോഷണം ഉണ്ടാക്കിയ ലജ്ജയാണ്. എന്താണ്? നമുക്ക് അഭയം നൽകിയ ഒരു വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുമ്പോൾ ആ മോഷണം നമുക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടായ ആ ഒരു ലജ്ജ, അതാണ് അവിടെ പാവയെ പോലെ എന്നുള്ളതിൽ അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ അഭയം നൽകിയ ഭവനത്തിൽ നിന്നും തന്നെയുള്ള മോഷണം ഉണ്ടാക്കിയ ലജ്ജ, അതാണ് അതിൻ്റെ ആൻസർ. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഓരോന്നിനും 4 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എഴുതിയാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സംസാരകാരണീയായ വിദ്യയും സംസാരനാശിനിയായതും വിദ്യയും. ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്നുള്ള ഭാഗത്തു നിന്നാണ്. വിദ്യയെക്കുറിച്ചുള്ള എഴുത്തച്ഛൻ്റെ കാഴ്ചപ്പാടിന് ഇക്കാലത്തുള്ള പ്രസക്തി എന്ത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. അപ്പോൾ നിങ്ങളുടെ നിരീക്ഷണത്തിലൂടെയാണ് ഇതിനെ എഴുതേണ്ടത്. എന്തൊക്കെ പോയിന്റ് ഇതിൽ എഴുതണം? എന്താണ്? പ്രസക്തി ഉണ്ട് അല്ലേ, ഇന്നത്തെ കാലത്ത് പ്രസക്തി ഉണ്ട്. വിദ്യാഭ്യാസം മനുഷ്യനെ ഭൗതിക ലോകത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നു. ലൗകിക ജീവിതത്തിലെ ആർഭാടത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അവിദ്യയാണ്. ആർഭാട ചിന്തകൾ ഇല്ലാതാക്കുന്നത് വിദ്യയാണ്. വിവേകം നഷ്ടപ്പെടുന്ന പുതിയ കാലത്ത് വിദ്യാഭ്യാസം ഏറെ പ്രാധാന്യം ഉള്ളതാണ്. ക്രോധം, അത്യാഗ്രഹം എന്നിവ നശിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസം വേണം. അഹംചിന്തയിലേക്കും പരസ്പര മത്സരത്തിലേക്കും മനുഷ്യനെ എടുത്തുചാടാൻ പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലായ്മയാണ്. പുതിയ കാലത്തെ പ്രവണതകൾ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വിവരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുക്കി. വെള്ളായിയപ്പന് ശ്വാസം മുട്ടി. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി കടൽ തീരത്ത്. ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തിന് നൽകുന്ന സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഉൾപ്പെടുത്താം? വെള്ളായിയപ്പൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ അവതരിപ്പിക്കാൻ പര്യാപ്തമാണ്. കൊലക്കയർ എന്ന പ്രയോഗം മകൻ്റെ മരണത്തെ സൂചിപ്പിക്കാൻ കഴിയുന്നതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രവിക്കാൻ കൽപ്പുള്ള ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല വെള്ളായിയപ്പൻ. മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. മകനെ കാണാനുള്ള കണ്ണൂർ ജയിലിലേക്കുള്ള യാത്രയിൽ ഇത്തരം ചോദ്യങ്ങൾ ക്രൂരമായ ആയുധങ്ങളായി മാറുന്നത് വ്യക്തമാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ സ്കോർ ചെയ്യാൻ കഴിയും. മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വത്സ, സൗമിത്രേ, കുമാര, നീ കേൾക്കണം. മത്സരാന്ത്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ലക്ഷ്മണ സാന്ത്വനം. എൻ്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തൊട്ടതിലൂടെ കടന്നു പോരണമെന്നില്ല. പാവങ്ങൾ. സ്നേഹാർദ്രമായ സംബോധനകൾക്ക് മനുഷ്യ മനസ്സിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുകളിൽ നൽകിയ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഏതെല്ലാം പോയിന്റുകൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും? സ്നേഹാർദ്രമായ സംബോധന മനുഷ്യ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങളെ എഴുതി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സ്നേഹമാർദ്ദമായ വാക്കുകളിലൂടെയെല്ലാം വലിയ മനുഷ്യ മനസ്സുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ. ലക്ഷ്മണനെ വളരെ വാത്സല്യത്തോടെയുള്ള ബഹുമാനത്തോടെയുള്ള അഭിസംബോധന അല്ലെ, മനഃശാസ്ത്രപരമായ സമീപനം, കുറ്റവാളിക്ക് അഭയം നൽകുന്ന മെത്രാൻ, അരമനയിൽ നിന്നും മോഷണം നടത്തി പിടിക്കപ്പെട്ടിട്ടും മെത്രാൻ യാങ്വാൽ യാങ്ങിനോട് കാണിക്കുന്ന സ്നേഹം, കാരുണ്യം, യാങ്വാൽ യാങ്ങിനെ കുറ്റവിമുക്തനാക്കുന്നത്, സ്നേഹം കൊണ്ട് കപിതനെയും കുറ്റവാളിയെയും മാറ്റിയെടുക്കാം. ഈ പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ച് അത് വിവരിച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും.
12ാമത്തെ ക്വസ്റ്റ്യൻ, എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹനെ ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ഋതുയോഗം. വരികളിലെ കാവ്യഭംഗി കണ്ടെത്തി വിവരിക്കുക. എന്തൊക്കെ പോയിന്റുകൾ ഉൾപ്പെടുത്തണം? സർവദമനനെ വിറക് കാത്തുകിടക്കുന്ന തീപ്പൊരിക്ക് സമമായി കൽപ്പിച്ചിരിക്കുന്നു. ദുഷ്യന്തനിലുണ്ടാകുന്ന ചിന്തയാണിത്. കട്ടിയിൽ മഹത്വം ഒളിഞ്ഞിരിക്കുന്നതായി സൂചിപ്പിക്കുന്നു. മഹാജ്വാലയായി മാറാൻ തീപ്പൊരിക്ക് കഴിയും. അതുപോലെ വലിയൊരു തേജസ് സർവദമനിലും ഉണ്ടെന്ന് വർണ്ണിക്കുന്നു. ഉപമാലങ്കാരം, ദ്വിതീയാക്ഷരാപ്രാസ ഭംഗി, ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓർമ്മകൾ അതുമാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ. സുധീർ. വിശ്വരൂപം. ഓർമ്മകൾ അയവിറക്കാൻ മാത്രമുള്ളതാണ് വാർദ്ധക്യം എന്ന മിസ്സിസ് സ്ഥലത്തിൻ്റെ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. എങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് എഴുതണം? മിസ്സിസ് സ്ഥലത്തിൻ്റെ ജീവിതം. മക്കളെ പ്രസവിച്ചു എന്നല്ലാതെ വളർത്തിയില്ല. സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവ്, ജീവിതത്തിൽ സംഭവിക്കുന്ന പരിണാമം, കുട്ടിയുടെ സ്വന്തം പ്രതികരണം ചേർത്ത് അവതരണം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളെ എല്ലാം ചേർത്തിട്ട് വേണം ഇതിനോട് പ്രതികരണക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻറ്റും വേണം. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇതിന് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഏവമോധിയിടതൊരോർത്തു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴഞ്ഞി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലാമാം സുഖോദയം. പ്രിയദർശനം. നളിനിയുടെ മാനസികാവസ്ഥ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെങ്ങനെ? കാവ്യസന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നളിനി ഹിമാലയത്തിൽ വെച്ച് ദിവാകരനെ കണ്ടുമുട്ടുന്നത്, ഭാഗ്യവതി എന്ന് സ്വയം പറയുന്നത്, ആശ്വസിക്കുന്നത്, ഒന്നും പറയാൻ കഴിയാതെ വാക്കുകൾ പുറപ്പെടുവിക്കാൻ കഴിയാത്ത വൈകാരികമായ അവസ്ഥയിലാണ് നളിനി. ഏറെ നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിലുള്ള സന്തോഷം, അതോടൊപ്പം ദിവാകരൻ തിരിച്ചറിയാത്തതിലുള്ള സങ്കടം, സ്നേഹമുള്ളവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സുഖോദയം വികലമായി മാറുന്നു എന്ന് നളിനി പറയുന്നുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചെഴുതിയാൽ നിങ്ങൾക്ക് ഈ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. അടുത്തത് 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 6 മാർക്കാണ്. എന്താണ് 15ാമത്തെ ക്വസ്റ്റ്യന്? മദാം മഗ്വാർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോന്നത് ഒരിക്കലും ശരിയായിട്ടല്ല. അത് പാവങ്ങളുടേതാണ്. ഈ സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ. സൂചനകളും പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് മെത്രാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ ഇവിടെ കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തിയിട്ടുണ്ട്, കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പോയിന്റുകളൊക്കെ ഉണ്ടായിരിക്കണം. മെത്രാൻ മാനവികതയുടെ പ്രതിരൂപമാണ് അല്ലേ. ഭൗതിക വസ്തുക്കളിൽ ഭ്രമമില്ല, താല്പര്യമില്ല. പിന്നെന്തൊക്കെയാണ്? ലാളിത്യത്തിൻ്റെ മുഖമുദ്രയായ വ്യക്തിത്വമാണ്. വെള്ളി സാമാനങ്ങൾ പാവങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് സൂക്ഷിച്ചു വെച്ചത് ശരിയായില്ല എന്ന മനോഭാവം. യാങ്വാൽ യാങ്ങിനെ സ്നേഹത്തിൻ്റെ വ്യവസ്ഥ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തിത്വം. പാവങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുന്ന വാതിൽ. മെത്രാൻ്റെ ഹൃദയവിശാലത. സ്നേഹവും കാരുണ്യവുമുള്ള പെരുമാറ്റം. ജീവിതം പ്രതീക്ഷ ഉള്ളതാക്കി മാറ്റാൻ മെത്രാന് കഴിയുന്നത്. ഇതെല്ലാം വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതിയാൽ ഈ മാർക്ക് നിങ്ങൾക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ കഴിയും. മാതാപിതാ ഭ്രാതൃമിത്ര സഖികളെ ക്രൗദ്ര നിമിഷത്ത് ഹനിക്കുന്നതിന് പൂമാൻ. എഴുത്തച്ഛൻ. കോപം ഒരു തീയാണ്, അത് നിങ്ങളെ നശിപ്പിക്കും. മറ്റുള്ളവരെ
മറ്റുള്ളവരെ നശിപ്പിക്കും, അതിനാൽ അതിനെ നശിപ്പിക്കുക. ശ്രീബുദ്ധൻ. മുകളിൽ നൽകിയ സൂചനകളുടെ സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് ക്രോധം വെടിയാം നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നിങ്ങൾക്കറിയാം, പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ആ പ്രഭാഷണത്തിനൊരു ഘടന ഉണ്ടാകും അല്ലേ? അപ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ ഘടനയെല്ലാം പാലിച്ചിട്ടുണ്ടായിരിക്കണം. എഴുത്തച്ഛൻ ബുദ്ധൻ ഇവരുടെ വരികളിലെ ആശയം വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ക്രോധത്തിൻ്റെ അനർത്ഥങ്ങൾ, ബന്ധുക്കളെ വധിക്കുന്നത്, മനസ്താപം ഉണ്ടാകുന്നത്, സംസാരബന്ധനം ഉണ്ടാകുന്നത്, ധർമ്മക്ഷയത്തിന് കാരണമാകുന്നത്, മുക്തിക്ക് വിഘ്നം വരുത്തുന്നത്, പെട്ടെന്നുള്ള എടുത്തുചാട്ടവും അതുകൊണ്ടുള്ള ദുരന്തങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടാവണം. പത്രവാർത്തകളും മറ്റും ആനുകാലിക സംഭവങ്ങളും ചേർത്ത് ഇട്ടുള്ള ഒരു അവതരണമായിരിക്കണം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങളെ ഉത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. 17ാമത്തെ ചോദ്യം. കവിതയുടെ പ്രമേയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏകനായി നടന്നു നീ എന്ന് പറയുന്ന കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏകനായി നടന്നു നീ, ഏതു കാലമാകിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ, ചൂടുകാറ്റടിക്കിലും കാലവർഷമാക്കിലും കോട മൂടി നിൽക്കിലും ഏകനായി നടന്നു നീ, ആരു വിട്ടുപോകിലും ആരു നേർത്തെതിർക്കിലും ഏതു പുച്ഛമേൽക്കിലും ഏകനായി നടന്നു നീ, ദൂരമെത്രയാകിലും ഏതു കൂർത്തമുള്ളിലും ആരെറിഞ്ഞ കല്ലിലും ഏകനായി നടന്നു നീ, കണ്ണുനീർ കുടിക്കിലും മഞ്ഞുപോൽ വിറക്കിലും ചോരവാർന്നൊലിക്കലും ഏകനായി നടന്നു നീ, ബോധിഭൂവിനപ്പുറം കാൽവരിക്കുമപ്പുറം രാജകെട്ടിനപ്പുറം ഏകനായി നടന്നു നീ, കൂരിരുട്ടിൽ ദീപമായി കാനനത്തിൽ മാർഗമായി ജീവിതത്തിൽ ആശയായി ഏകനായി നടന്നു നീ. ജി കുമാരപിള്ളയുടെ ഏകനായി നടന്നു നീ എന്ന് പറയുന്ന കവിത ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാജകെട്ട് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം, കാൽവരി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലേറ്റിയ പ്രദേശം, ബോധിഭൂവ് പറഞ്ഞാൽ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ഇടം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹിൻസൊക്കെ തന്നിട്ടുണ്ട്, മീനിങ് തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം തലക്കെട്ട് പറയണം അല്ലേ? കവി, കവിത പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയ കവി ആരാണ്, ആ കവിത എന്താണ്, അതെല്ലാം പരിചയപ്പെടുത്തണം. അതുപോലെ തന്നെ കവിതയുടെ പ്രധാന ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം. ഏകനായി നടന്നു നീ എന്ന് പറയുന്ന ഈ കവിതയിലുള്ള പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഉൾപ്പെടുത്തണം. പിന്നെ ഈ കവിത ഒരു ആസ്വാദനാംശങ്ങൾ ചേർത്തിട്ടുണ്ട് അല്ലേ? ഈ കവിത നമ്മൾ ആസ്വദിച്ചിട്ടാണ്, ഈ കവിതയുടെ ആശയങ്ങളെല്ലാം മനസ്സിലാക്കി ആസ്വദിച്ചിട്ടാണ് ഇത് എഴുതേണ്ടത്. ഗാന്ധിജിയുടെ സവിശേഷതകളും ഗാന്ധിയൻ ആദർശങ്ങളുടെ കാലിക പ്രസക്തിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഉൾപ്പെടുത്തുക, അതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ മറ്റു കവിതാഭാഗങ്ങളുമായിട്ട് ബന്ധം സൂചിപ്പിക്കുക. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഗാന്ധിജിയെ ബുദ്ധനോടും യേശുവിനോടും സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഭംഗി, ആസ്വാദ്യകമായ ഭാഷയിലുള്ള അവതരണം, ഇതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ആസ്വാദനക്കുറിപ്പിൻ്റെ പോയിന്റുകൾ എല്ലാം മനസ്സിലാക്കി വിവരിച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ മലയാളം എക്സാം അക്ഷരത്തെറ്റില്ലാതെ വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനിയുള്ള എക്സാമുകളൊക്കെ ശ്രദ്ധിച്ചെഴുതുക. ഇപ്പോൾ കഴിഞ്ഞതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിൽ സംഭവിച്ച പോരായ്മകൾ മനസ്സിലാക്കി അടുത്ത എക്സാമും പിന്നെ ഫൈനൽ എക്സാമും ഒക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും കഴിയട്ടെ. എല്ലാവർക്കും ഫുൾ A+ ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.